ജാങ്ങും സയോണെ കോൾ ചെയ്യുകയാണ്. നേരത്തെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇയാളെ കുറിച്ചായിരുന്നോ? എന്തായാലും കഴിഞ്ഞ ദിവസം നീ മീഡിയാസിന്റെ ഒക്കെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊട്ടും തന്നെ ശരിയായ ഒരു നടപടി അല്ലായിരുന്നു എന്നൊക്കെയാണ് ജാങ്ങിന് പറയുവാനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ മീഡിയാസിന്റെ മുമ്പിൽ ഞാൻ അങ്ങനെ വന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഞാനങ്ങനെ മീഡിയാസിന് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കും അവളെ എന്റെ പിന്നിലൊക്കെ ഒളിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് അവനും മറുപടി കൊടുക്കുന്നത്. ഇനി ഹീജോവും കിടക്കാൻ നേരത്ത് സയോന്റെ അടുത്തൊരു കാര്യമൊക്കെ ചോദിക്കുകയാണ്. എല്ലാവരും നിന്നെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിന്നെക്കുറിച്ച് അവർ ഗോസിപ്പ് പോലും പറയുന്നു. നിനക്കും ഇതൊക്കെ ഓർത്തിട്ട് പേടിയില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും അവളുടെ ഒപ്പം കിടന്നിട്ട് അവന് പേടിയില്ല എന്നും അതുപോലെ തന്നെ പറഞ്ഞ കാര്യത്തിൽ ഒരു കുറ്റബോധവും ഇല്ല എന്നും അവളെ അറിയിക്കുന്നു. അവളുടെ അടുത്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു കിടക്കുന്നുണ്ടെങ്കിലും 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവനെ കോൾ ചെയ്യുവാനായിട്ട് ഫോണൊക്കെ എടുത്ത് അവളും വെളിയിലേക്ക് ഇറങ്ങുന്നു. പക്ഷെ അതെല്ലാം തന്നെ അവനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവളും സയോണ് കോൾ ചെയ്തതിനു ശേഷം പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നില്ലേ? അങ്ങനെയിരിക്കെ നീ എന്തുകൊണ്ടാണ് എന്നെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാത്തത്? എന്റെ കയ്യിലെ ഫോൺ തന്നെയല്ലേ ഏറ്റവും വലിയ എവിഡൻസ്. ആ ഫോൺ നിനക്ക് ഞാൻ നൽകുവാനായിട്ട് തയ്യാറാണ്. ഫോൺ വഴി നിനക്കും അവനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഹീജുവും അറിയിക്കുന്നു. പക്ഷെ ഫോണൊക്കെ തരുവാനായിട്ട് നീ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ കാണുന്നതായിരിക്കുമെന്നൊക്കെ സൗണ്ട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഹീജുവിനൊരു പ്രശ്നമായിരുന്നില്ല. ഹീജുവും ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കാണുവാനായിട്ട് വരികയാണെന്നൊക്കെ അവന്റെ അടുത്തും പറയുന്നു. ഫോണുമായിട്ട് അവന്റെ അടുത്തേക്ക് നടക്കുന്ന സമയത്തും എങ്ങനെയായിരിക്കും അവൻ റിയാക്ട് ചെയ്യുക എന്ന ചിന്തയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എല്ലാ തവണയും ഒളിച്ചോടിയതുപോലെ ഈ ഒരു സിറ്റുവേഷനിൽ ഒളിച്ചോടുവാനായിട്ട് പാടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അവളും ഹോസ്പിറ്റലിലെ റൂമൊക്കെ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ടെങ്കിലും അവിടെ സയോൺ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളും സയോണെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് നീ വാ, ആ ഒരു സ്ഥലമായിരിക്കും നമുക്ക് മീറ്റ് ചെയ്യുവാനായിട്ട് പറ്റിയ സ്ഥലം എന്നൊക്കെ അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവൻ പറഞ്ഞത് പ്രകാരം അവളും ഇപ്പോൾ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നീയും ഇതിനു മുമ്പ് ഈ ഒരു പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും പാർക്കൊക്കെ തുടങ്ങിയ ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവളും പറയുന്നു. ആ ഒരു ദിവസം തന്നെ ആയിരുന്നു അവൾക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നതും. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം വീട്ടിൽ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന പേര് പോലും പറയുവാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയായെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവളുടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഹോഴ്സ് റൈഡിന്റെ അടുത്തൊക്കെ വരുവാനായിട്ട് അവനും ആവശ്യപ്പെടുന്നു. അവളും അതിനു മുമ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് അവളെയും ഹോഴ്സ് റൈഡിനൊക്കെ കേറ്റുകയാണ്. അങ്ങനെ അവളും അതിൽ കയറുമ്പോഴത്തേക്കും പണ്ട് അവൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. പക്ഷെ ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ കാണാതായിട്ട് അവനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഐസ്ക്രീം ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വരുവാനായിട്ടായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് അവൾക്ക് ഐസ്ക്രീം നൽകുന്നു. അവളും ഐസ്ക്രീം കഴിച്ചിരിക്കുമ്പോഴത്തേക്കും പണ്ടും ഇതുപോലെ ഐസ്ക്രീം കഴിച്ച് അവിടെ ഇരുന്നതിനെ കുറിച്ചും അവൾ ഓർക്കുന്നു. കുറെ നേരമായിട്ടും അവനെ കാണാതാകുന്ന അവളും അവനെ കോൾ ചെയ്യുമ്പോഴത്തേക്കുമാണ് തൊട്ടുമുമ്പിൽ കാണുന്ന ടവറിലേക്കൊക്കെ കയറി വരുവാനായിട്ട് അവനും അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്. അവളും ടവറിന് മുകളിൽ കയറി കഴിയുമ്പോഴത്തേക്കും അവനെ അവിടെ ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എന്നെ കാണുമ്പോൾ ആകെ സർപ്രൈസ്ഡ് ആയി പോകുന്നതായിരിക്കും. മാത്രല്ല നീയും ആകെ നിരാശപ്പെട്ടു പോകും. നീയും ആകെ തനിച്ചായതുപോലെ ആയിരിക്കും നിനക്ക് തോന്നുക എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും നീയും നിന്നെ വളരെയധികം തരം താഴ്ത്തിയൊക്കെയാണ് കാണുന്നത്. അങ്ങനെ നീ കാണാതിരിക്കുവാനായിട്ട് ഞാനും എന്ത് ചെയ്യണം ഹീജു എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. തൊട്ടടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന സയോണെ കണ്ട് ഷോക്ഡ് ആയിട്ടുണ്ടായിരുന്ന അവളുടെ കയ്യിൽ നിന്നും ഫോണൊക്കെ താഴെ പോകുമ്പോഴത്തേക്കും സയോണും ഫോണൊക്കെ എടുത്തതിന് ശേഷം നിന്റെ കഠിനാധ്വാനത്തിന് ഒരുപാട് നന്ദിയുണ്ട് 406 എന്നൊക്കെ അവളുടെ അടുത്ത് പറയുകയാണ്. നിനക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നോ? ഇതെല്ലാം അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് എന്നെ വെറുക്കാതിരുന്നതെന്ന് അവളും അവന്റെ അടുത്ത് ചോദിക്കുന്നു. ഹേജു, നിന്നെ ഞാൻ എങ്ങനെയാണ് വെറുക്കുക? എങ്ങനെയാണ് നിന്നെ ഞാൻ സ്നേഹിക്കാതിരിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഹീജു ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പായ്ക്കുന്ന സമയത്തായിരുന്നു അവളുടെ റൂമിൽ നിന്നും പഴയ ഒരു ഫോട്ടോ ഒക്കെ സയോണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഫോട്ടോയിൽ വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ ആയിരുന്നു ഹീജു അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഫോട്ടോ എടുത്ത അതേ സ്ഥലത്ത് തന്നെ കണ്ടുമുട്ടാമെന്നൊരു തീരുമാനത്തിലേക്ക് സയോൺ എത്തിയതും. സയോണെ കാണുന്ന ഹീജുവും നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നോ? എന്നിട്ടും എന്തുകൊണ്ടാണ് നീ എന്നെ വെറുക്കാതിരുന്നതെന്നൊക്കെ അവന്റെ അടുത്തും ചോദിക്കുന്നു. നിന്നെ എങ്ങനെയാണ് ഞാൻ വെറുക്കുക? നിന്നെ എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കാതിരിക്കുക? ഹീജു എന്നൊക്കെ അവനും തിരിച്ചു ചോദിക്കുകയാണ്. പിന്നീട് അവർ കിസ്സും ചെയ്യുന്നു. ആ ഒരു സീൻ അവിടം കൊണ്ട് കട്ടായതിനു ശേഷം ഇപ്പോൾ ഹീജു വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തിയിരിക്കുന്നു. ഹീജുവിനുള്ള ഫുഡും സൗണ്ട് തന്നെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നു. ഇനി മുതൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊരു ജയിലായിട്ട് ആയിരിക്കുകയില്ല, മറിച്ച് ഒരു വീടായിട്ടൊക്കെ നിനക്കും തോന്നിക്കോളുമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും നിന്റെ ഉള്ളിലും കുറ്റബോധമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ജയിൽ പോലെയാണെന്നൊക്കെ നിനക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഈ ഒരു വീട് ജയിൽ പോലെയാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഇതേ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മൾ തമ്മിൽ ഒരു രീതിക്കുള്ള സംസാരമോ ഐ കോണ്ടാക്റ്റോ എന്തിനേറെ പറയുന്നു ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയോ ഒന്നിച്ച് കിടന്നുറങ്ങുകയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഹീജവും പറയുകയാണ്. 2 റൂമിലൊക്കെ കിടന്നുറങ്ങുന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീയും അതൊക്കെ പറയുകയായിരുന്നെങ്കിൽ പണ്ടേ അതൊക്കെ മാറ്റിയേനേലോ എന്ന് സയോണും പറയുന്നുണ്ട്. അവനും ആ ഒരു വീടൊക്കെ എങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. എല്ലാ ദിവസവും വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി എത്തുമ്പോഴത്തേക്കും നിന്റെ റൂമിലെ ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കും സന്തോഷമൊക്കെ തോന്നുമായിരുന്നു. നീയും വീട്ടിലുണ്ടല്ലോ എന്ന ഒരു സന്തോഷമൊക്കെ എനിക്ക് തോന്നും. കൂടാതെ ഈ ഒരു ലോകം വളരെയധികം ശബ്ദമേറിയതാണ്. അങ്ങനെയിരിക്കെ നിന്നെ കണ്ട് കഴിയുമ്പോഴത്തേക്കുമായിരുന്നു അതെല്ലാം തന്നെ നിശബ്ദമായി മാറുന്നതും എനിക്കും വളരെയധികം സമാധാനമൊക്കെ അതുവഴി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അവനും പറയുന്നു. എന്റെ അടുത്ത് നിനക്ക് ഫീലിങ്സ് ഒന്നും തോന്നുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ഓർക്കുന്നുണ്ടോ? ഞാനെങ്ങാനും എന്റെ ഹൃദയം പോലും നിനക്ക് തന്നു പോകുമോ എന്ന പേടിക്കൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ അന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഒന്നിച്ചാലും കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ എനിക്കും തോന്നുകയാണ്. സാവൺ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരിക്കൽ എന്റെ പ്ലാനിൽ നീ ഇല്ല എന്നൊക്കെ നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിന്റെ പ്ലാൻ എന്താണെന്നൊക്കെ ഹീജവും ചോദിക്കുന്നു. പക്ഷേ സമയമാകുമ്പോൾ എന്താണെന്നൊക്കെ താൻ വെളിപ്പെടുത്താമെന്ന് മാത്രമാണ് സവൺ പറയുന്നതും. ഹീജവും എനിക്കൊരു കാര്യമൊക്കെ നിന്റെ അടുത്ത് പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ കിഡ്നാപ്പർ അവൾക്ക് അയച്ച മെസ്സേജസ് എല്ലാം തന്നെ ഇപ്പോൾ സയോണയും കാണിച്ചു കൊടുക്കുന്നു. നീ പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. അവനെ എത്രയും വേഗം നമുക്ക് പിടിക്കാം. പിന്നെ നീ നൽകിയ ഫോണൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഫോൺ ഞാൻ ഒരിക്കലും പോലീസിനെ ഏൽപ്പിക്കുന്നതായിരിക്കുകയില്ല. മറിച്ച് ഞാൻ തന്നെ ഇതിന്റെ അകത്ത് നിന്നും അയാളെ കണ്ടെത്തുന്നതായിരിക്കുമെന്നൊക്കെ സവണും ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്ന ആള് നമ്മളുമായിട്ട് വളരെ അടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നീ തൽക്കാലത്തേക്ക് എന്റെ അടുത്ത് മാത്രം മിണ്ടിയാൽ മതി. വേറെ ആരുടെയും അടുത്ത് നിനക്ക് മിണ്ടുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് അവനും അവളോട് പറയുന്നു. പിന്നെ ഹീജും ഫോണൊക്കെ വിളിച്ചോണ്ടിരുന്നപ്പോൾ നല്ല രസമായിരുന്നു. ഇനി ആ കോൾസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും തനിക്ക് വിഷമമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഹീജുവും അവനെ പിറകിൽ നിന്നും ഹഗ് ചെയ്യുന്നു. ഞാൻ ആരാണെന്നൊക്കെ തന്നെ തുറന്നു പറഞ്ഞതിന് ശേഷവും നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുവാനും എന്റെ അടുത്ത് ക്ഷമിക്കുവാനും തയ്യാറായി. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നായിരുന്നു അവളും പറയുന്നത്. സയോണും തിരിച്ച് അവളെ ഹഗ് ചെയ്തതിന് ശേഷം ഞാൻ ആരാണെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നീയും എന്റെ അടുത്ത് ക്ഷമിക്കുമോ എന്നൊരു ചോദ്യമൊക്കെ അവന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. നിനക്ക് ഫോണൊക്കെ തിരികെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് കിഡ്നാപ്പർക്ക് ഇപ്പോൾ ബോസ് മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. പക്ഷേ അന്ന് അവനും ഈ ഒരു ഹോസ്പിറ്റലിലൊക്കെ എത്തിയ സമയത്ത് അവിടെ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സയോണും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും തൊട്ടു പിറകെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയും അവന് ശ്രദ്ധിക്കുന്നു. വണ്ടിയിൽ റീത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിനൊക്കെ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അവനും ആ റീത്തൊക്കെ കൊണ്ടുവന്ന ആളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിക്ക് അതൊക്കെ എടുത്തുകൊണ്ട് സൗണ്ട് കയറി അതേ ലിഫ്റ്റിലേക്ക് ഓടിക്കയറുന്നുണ്ട്. റീത്തൊക്കെ കൊണ്ടുവന്ന വ്യക്തിയും സയോണിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ താൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും മോശം ആൾക്കാര് ഇതുപോലെയൊക്കെ ആയിരിക്കും പെരുമാറുക എന്നും നീ സ്വന്തമായിട്ട് സേഫ് ആയിട്ടൊക്കെ നിൽക്കണമെന്നും ഒക്കെ സയോണിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കിഡ്നാപ്പർ ആകട്ടെ സയോണിന്റെ അടുത്ത് ഒന്നും തന്നെ മിണ്ടാതൊക്കെയായിരുന്നു നിന്നതും. എനിക്ക് തിരിച്ചു വേണ്ടത് ആ ഒരു പൊട്ട ഫോണൊന്നുമല്ല, മറിച്ച് അവന്റേതായിട്ടുള്ള എല്ലാമാണ്. അവന്റെ മണം പോലും ഞാൻ സ്വന്തമാക്കുന്നതായിരിക്കുമെന്നൊക്കെ കിഡ്നാപ്പറും ബോസിന് റിപ്ലൈ കൊടുക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.